Supreme Authority of WTO which taken all matters under any of the multilateral trade agreement. മൾട്ടിലാറ്ററൽ ട്രേഡ് അഗ്രിമെൻറ്റ്സിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഡിസിഷൻ എടുക്കുന്ന സുപ്രീം അതോറിറ്റി WTOയുടെ സുപ്രീം അതോറിറ്റി ഏതാണ്? ഓപ്ഷൻ എ ജനറൽ കൗൺസിൽ, ബി ഡയറക്ടർ ജനറൽ, സി മിനിസ്റ്റീരിയൽ കോൺഫറൻസ്, ഡി ട്രേഡ് പോളിസി റിവ്യൂ ബോഡി. വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ? Answer is ministerial conference. And second question is, Dash is a training center where real job conditions are created and trainers train the new employees with machines which is identical with one that employees will be using at their workplace. Identical ആയിട്ടുള്ള മെഷീൻസ് എംപ്ലോയീസ് അവരുടെ വർക്ക് പ്ലേസിൽ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള മെഷീൻസ്, അതുപോലെ തന്നെ അവർ വർക്ക് ചെയ്യുന്നൊരു റിയൽ ജോബ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ളൊരു ട്രെയിനിങ് സെൻറ്ററിനെ എന്താണ് പറയുക, അല്ലെങ്കിൽ അത്തരം ട്രെയിനിങ് മെത്തേഡിന് എന്താണ് പറയുക? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എ ഇൻറ്റേൺഷിപ്പ്, ബി വെസ്റ്റിബ്യൂൾ, സി OJT, ഡി റോൾ പ്ലേ. വിച്ച് ഈസ് റൈറ്റ് ആൻസർ? വെസ്റ്റിബ്യൂൾ. Third question നോക്കാം. According to Maiden Lores, the term global means A. Integration, B. Internationalization, C. Undertaken entirely, D. Acceptance of set of rules. Which is the right answer? Undertaken entirely. Fourth question നോക്കാം. A core time is fixed by employers as mandatory and any other time which is required for finishing the task can be fixed by employee at his own discretion. മാൻഡേറ്ററി ആയിട്ട് ഒരു കോർ ടൈം എംപ്ലോയേഴ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു ടാസ്ക് ഫിനിഷ് ചെയ്യാനുള്ള ടൈം ഫിക്സ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും? എംപ്ലോയീസിന് സാധിക്കും. അറ്റ് ദെയർ ഓൺ ഡിസ്ക്രിഷൻ, അവരുടെ ഡിസ്ക്രിഷൻ അനുസരിച്ച്. അതിനെന്താണ് പറയുക? എ ജോബ് ഷെയറിംഗ്, ബി പാർട്ട് ടൈം വർക്കിംഗ്, സി ഹോം ടെലി വർക്കിംഗ്, ഡി ഫ്ലെക്സി ടൈം. ആൻസർ ഈസ് ഫ്ലെക്സി ടൈം. ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് അപ്പോർഷൻഡ് ഓൺ ദ ബേസിസ് ഓഫ്. റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് അപ്പോർഷൻ ചെയ്യുന്നത് ഏത് ബേസിസിലാണ്? എ ഡയറക്റ്റ് ലേബർ അവേഴ്സ്, ബി നമ്പർ ഓഫ് എംപ്ലോയീസ്, സി അവേഴ്സ് വർക്ക്ഡ്, ഡി ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോഴ്സ് ഇഷ്യൂഡ്. ആൻസർ സി ആണ്, അവേഴ്സ് വർക്ക്ഡ്. കോസ്റ്റ് ആട്രിബ്യൂഷൻ, അടുത്ത ക്വസ്റ്റ്യൻ. കോസ്റ്റ് ആട്രിബ്യൂഷൻ ടു കോസ്റ്റ് യൂണിറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ബെനഫിറ്റ്സ് റിസീവ്ഡ് ഫ്രം ഇൻഡയറക്റ്റ് ആക്ടിവിറ്റീസ് ഈസ് കോൾഡ്. ഇൻഡയറക്റ്റ് ആക്ടിവിറ്റീസിൽ നിന്നുള്ള ബെനഫിറ്റ് റിസീവ് ചെയ്യുന്നതിനനുസരിച്ച് കോസ്റ്റ് യൂണിറ്റിലേക്ക് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അസൈൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? എ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, ബി അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, സി മാർജിനൽ കോസ്റ്റ്, ഡി കൺവേർഷൻ കോസ്റ്റ്. ആൻസർ ഏതാ വരിക? ആൻസർ വരുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. നമ്മളോട് എസ്റ്റിമേറ്റ് ഫാക്ടറി കോസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടേക്കാം, അത് വാച്ച് ചെയ്യണം. ഓക്കെ, 8th ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഡിവിഡൻഡ് ഈസ് യൂസ്ഡ് ഇൻ എ സിറ്റുവേഷൻ ഇൻ വിച്ച് കമ്പനി ഡസ് നോട്ട് ഹാവ് സഫിഷ്യൻറ്റ് ഫണ്ട്സ് ടു പേ ഡിവിഡൻഡ് ഇൻ ക്യാഷ്. അതായത് കമ്പനിക്ക് ക്യാഷ് ആയിട്ട് ഡിവിഡൻഡ് പേ ചെയ്യാനായിട്ട് സാധിക്കാത്ത സിറ്റുവേഷനിൽ ഏത് ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് ആണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. എ ക്യാഷ്, ബി പ്രോപ്പർട്ടി, സി സ്ക്രിപ്പ്, ഡി സ്റ്റോക്ക്. ആൻസർ വരുന്നത് സി ആണ്, സ്ക്രിപ്പ് ഡിവിഡൻഡ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഓർ ഫാൾസ് അക്കോർഡിംഗ് ടു വാൾട്ടേഴ്സ് മോഡൽ ഫോർ ഡിവിഡൻഡ് പോളിസി. വാൾട്ടേഴ്സ് മോഡൽ ഓഫ് ഡിവിഡൻഡ് പോളിസിയിൽ ഇനി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെയാണ് ട്രൂ ഓർ ഫാൾസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അസംഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഒന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ദ ഫേം ഹാസ് എ വെരി ലോങ് ലൈഫ്. അസംഷൻസ് ഓർക്കുക, ദ ഫേം ഹാസ് എ വെരി ലോങ് ലൈഫ് ട്രൂ ആണ് അല്ലേ.
Earning and dividend do not change while determining the value. അതും അടുത്തൊരു assumption ആണ്. Earning and dividend do not change. അത് ഒരു assumption ആയിട്ട് വാൾട്ടേഴ്സ് മോഡലിൽ പറയുന്നുണ്ട്. Internal rate of return and cost of capital of the firm are constant. അതും മറ്റൊരു assumption ആണ് വാൾട്ടേഴ്സ് മോഡലിൽ. ഇനി നമുക്ക് നോക്കാം. Fourth one, the investment of the firm are financed through returned earnings only. അതും നമുക്ക് അസംഷൻ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1, 2, 3, 4 അത് 4 ട്രൂ ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The bonds issued with the right to reinvest the income into the bonds with the same terms and conditions of the host bond is called dash bonds. ഏത് ബോണ്ടാണ് അതിൽ നിന്ന് കിട്ടുന്ന ഓൾറെഡി നമുക്കൊരു ബോണ്ട് ഉണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമുക്ക് റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും വിത്ത് സെയിം ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ടൈപ്പ് ഓഫ് ബോണ്ട് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എ ജങ്ക്, ബി സിങ്കിങ് ഫണ്ട്, സി പ്രൈവറ്റ്ലി പ്ലേസ്ഡ്, ഡി ബണ്ണി. ആൻസർ വരുന്നത് ഡി ആണ്, ബണ്ണി ബോണ്ട്സ്. ഓക്കെ, 11th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഗുഡ്സ് ബോട്ട് frequently and immediately by the customers with minimum shopping efforts are called. മിനിമം ഷോപ്പിംഗ് എഫേർട്ടിൽ ഒരു കസ്റ്റമർ ഫ്രീക്വൻ്റ്ലി ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഒക്കെ പർച്ചേസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗുഡ്സിന് പറയുന്ന പേരെന്താണ് നോക്കാം. എ കൺസ്യൂമർ, ബി ഷോപ്പിംഗ്, സി കൺവീനിയൻറ്റ്, ഡി സ്പെഷ്യാലിറ്റി. ടൈപ്സ് ഓഫ് ഗുഡ്സ് ആണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് കൺവീനിയൻറ്റ് ഗുഡ്സ് ആണ് കേട്ടോ. സി, ആൻസർ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ആർട്ട് ഓഫ് ഡിസൈനിങ് ദ കമ്പനീസ് ഓഫറിംഗ് ആൻഡ് ഇമേജ് ടു ഓക്യുപ്പൈ എ ഡിസ്റ്റിങ്റ്റീവ് പ്ലേസ് ഇൻ ദ ടാർഗറ്റ് മാർക്കറ്റ്സ് മൈൻഡ്. ടാർഗറ്റ് മാർക്കറ്റ്സ് മൈൻഡിലെ, അതായത് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു ഡിസ്റ്റിങ്റ്റീവ് പ്ലേസ് അല്ലെങ്കിൽ ഒരു ഇമേജ് ഒക്യുപ്പൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന വിധത്തിൽ ഒരു കമ്പനിയുടെ ഓഫറിങ്ങിനെ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊഡക്ട്സിനെ എന്താണ് ആ രീതിയിലേക്ക് ആ ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് പ്ലേസ് തരുന്ന വിധത്തിലേക്ക് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ആ ഒരു ഡിസൈനിങ്ങിന് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന് എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എ ബ്രാൻഡ് പൊസിഷനിങ്, ബി മാർക്കറ്റ് പൊസിഷനിങ്, സി മാർക്കറ്റ് ടാർഗറ്റിംഗ്, ഡി മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. ഏതാണ് ആൻസർ വരിക? ആൻസർ വരുന്നത് മാർക്കറ്റ് പൊസിഷനിങ് ആണ്. ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, 13th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ ഡിമാൻഡ് ഓർ ബയർ ബേസ്ഡ് പ്രൈസിംഗ് അപ്രോച്ച് ദ പ്രൈസ് ഈസ് ഫിക്സഡ് ഓൺ ദ ബേസ് ഓഫ് ഡിമാൻഡ് ആൻഡ് ഡാഷ് ഓഫ് ദ പ്രോഡക്റ്റ്. ഡിമാൻഡ് ഓർ ബയർ ബേസ്ഡ് പ്രൈസിംഗ് അപ്രോച്ചിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഡിമാൻഡിൻ്റെയും അതുപോലെ മറ്റൊരു ഫാക്ടറിൻ്റെയും ബേസിസിലാണ്. ഏതാണ് ഫാക്ടർ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 13th ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വായിക്കാം. പെർസീവ്ഡ് വാല്യൂ, ബി മാർക്കറ്റ് വാല്യൂ, ആൻഡ് സി പ്രൈസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്, ഡി കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഏതാണ് ആൻസർ വരിക? ആൻസർ വരുന്നത് പെർസീവ്ഡ് വാല്യൂ. 13th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സ്പാൻഷൻ ഓഫ് AIDAS ഫോർമുല. എന്താണ് അതിൻ്റെ എക്സ്പാൻഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ വരിക? എ ഫോർ അറ്റൻഷൻ, ഐ ഫോർ ഇൻട്രസ്റ്റ്, ഡി ഫോർ ഡിസയർ, എ ഫോർ ആക്ഷൻ and S for satisfaction. So the answer is, answer ഏതാ വരിക? Answer is D ആണ് right answer. Okay. നെക്സ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് ഓൾറെഡി ഞാൻ ഗ്രൂപ്പിൽ ഷോർട്ടായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. AS1 ഏതാണ്? AS1 നമുക്കറിയാം. AS1 ഏതാണ്? നമുക്കറിയാം ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. AS2 ഏതാണ്? വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ്. AS3 ഏതാണ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. AS4 കണ്ടിജൻസീസ് ആൻഡ് ഈവൻറ്റ്സ് ഒക്കറിങ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഏതാ വരിക? ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ ഫ്രണ്ട്സ്, സെറ്റ് എക്സാം ഇങ്ങ് അടുത്തെത്തിക്കഴിഞ്ഞു. ഇനി കയ്യിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ.
ചാനലിൽ PYQ ഡിസ്കഷൻ സീരീസ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൃത്യമായി PYQ ഡിസ്കഷൻ സീരീസ് കാണുക. അതുപോലെ തന്നെ അതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതോടൊപ്പം നിങ്ങളുടെ റിവിഷനും പ്രാക്ടീസും അതോടൊപ്പം തന്നെ നടക്കട്ടെ. ഡെയിലി നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വിജയമുണ്ടാക്കുക തന്നെ ചെയ്യും. ഇനിയുള്ള ദിവസങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ യുവർ കൊമേഴ്സ് മെൻറ്റർ നീന.